ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ഞാൻ നല്ലൊരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഓണസദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിലുള്ള, അതായത് മെയിൻ ഘടകം ഇതില്ലാതെ നമുക്ക് സദ്യ ഒരിക്കലും പൂർത്തിയാവുകയില്ല. സദ്യക്കുള്ള ഓരോ കറികൾക്കും ഓരോ റെസിപ്പികൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ലൊരു അടിപൊളി സാമ്പാറാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സാമ്പാർ പരിപ്പ് ആവശ്യത്തിനെടുത്ത് കുക്കറിൽ വെച്ച് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മലക്കറികൾ കട്ട് ചെയ്ത്, അതായത് ആദ്യം ഞാൻ കുക്കറിലേക്ക് ഇടുന്നത് ശരിക്കും വേകാനായിട്ടുള്ള ഉരുളക്കിഴങ്ങ്, ചേമ്പ്, അമരയ്ക്ക, ക്യാരറ്റ്, അങ്ങനെ കുറച്ച് പീസുകൾ. ഇത് കുറച്ചധികം വേവണം, അതുകൊണ്ട് അതാണ് ആദ്യം കട്ട് ചെയ്തിടുന്നത്. അത് ശരിക്കും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നീട് വെള്ളരിക്ക, കത്തിരിക്ക, മുരിങ്ങയ്ക്ക അതെല്ലാം കൂടി രണ്ടാമതിലേക്കിടാം. അതെല്ലാം കൂടെ ചേർത്തിട്ട് എല്ലാം നന്നായിട്ട് കുക്കറിൽ നിറഞ്ഞു പോയി, കുഴപ്പമില്ല. ശരിക്കും ഈ വെള്ളരിക്കയും തടിയങ്ക അതെല്ലാം അതിൻ്റെ ആവി കയറുമ്പോൾ തന്നെ അത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് അത് കുക്കറിലേക്ക് നന്നായിട്ട് അങ്ങ് താഴ്ന്നു പോകും. അതുകൊണ്ട് പീസ് കുറച്ച് കൂടുതലുണ്ട് എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമില്ല. ഇനി നമ്മൾ ലാസ്റ്റ് കറി സെറ്റ് ചെയ്യുന്നത് മറ്റൊരു പാത്രത്തിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കുക്കറിലെല്ലാം കൂടി നന്നായിട്ട് അമർത്തി വെച്ചിട്ട് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് ഒന്ന് കുക്കർ അടച്ച് ഒരു വിസിൽ. എനിക്ക് പീസുകളെല്ലാം ഇങ്ങനെ വെന്തുടഞ്ഞു പോകുന്ന ഇഷ്ടമില്ല. കുക്കറിലല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അടുപ്പിൽ ഇതുപോലെ തന്നെ വയ്ക്കുക. പരിപ്പ് മാത്രം കുക്കറിൽ വെച്ചിട്ട് ബാക്കി പീസെല്ലാം അടുപ്പിൽ വെച്ച് സെപ്പറേറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടി കുക്കറിൽ വെച്ചത്. ഒറ്റ വിസിൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സാമ്പാറിൻ്റെ പീസുകളൊന്നും വെന്തുടഞ്ഞു പോവുകയില്ല. ആവശ്യത്തിനനുസരിച്ച് നമുക്കത് വേവിച്ചെടുക്കുകയും ചെയ്യാം. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ രീതിയിൽ എളുപ്പത്തിൽ കുക്ക് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. ഇതുപോലെ ആരെങ്കിലും ഞാൻ പല രീതിയിൽ സാമ്പാർ വെച്ചിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പലതരം സാമ്പാറുകളാണ്, പലതരം പേരുകളുള്ള പലതരം സാമ്പാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഇഷ്ടമുള്ളത് ഒന്ന് കണ്ടിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇനി ഇപ്പോൾ കുക്കറിൽ അത് വെന്ത് കിട്ടുന്ന ആ ടൈമിൽ ഞാനൊരു കുക്കറിലെ മസാല അരപ്പ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് ഉഴുന്ന് പരിപ്പ്, നമ്മുടെ കടലപ്പരിപ്പ്, ഉലുവ, ജീരകം, കടുക്, ഇതെല്ലാം കൂടി പെട്ടെന്നൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. അതായത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് മൊരിഞ്ഞ് വരുന്ന ടൈം. അതായത് ഉലുവയും ജീരകമൊക്കെ ലാസ്റ്റ് ഇട്ടാൽ മതിയായിരുന്നു. ഉലുവയും ജീരകവും കടുകും ലാസ്റ്റ് ഇട്ടാൽ മതിയായിരുന്നു. ഞാൻ പെട്ടെന്ന് അതിട്ടപ്പോൾ അങ്ങ് ഒരുമിച്ചായിപ്പോയെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒന്ന് സ്പീഡായിട്ട് വറുത്ത് ഒന്ന് മൊരിഞ്ഞ് വരുന്ന ടൈമിൽ പെട്ടെന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത് മാറ്റിയതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സാമ്പാറിന് വേണ്ടി കടുക് താളിക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത് കടുകും, ഞാൻ ഈ പാത്രത്തിൽ കടുകും ജീരകവും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ട് സാമ്പാറിന് ആവശ്യമുള്ള വെണ്ടയ്ക്കയും തക്കാളിയും ഞാൻ നേരത്തെ കുക്ക് ചെയ്തിരുന്ന കുക്കറിലേക്ക് വെച്ചിട്ടില്ലായിരുന്നു. അത് ഇതിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കും. ഒരുപാട് വെന്തുടഞ്ഞു പോകണ്ട. നമ്മൾ കുക്കറിൽ ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള വെജിറ്റബിളിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഈ വെണ്ടയ്ക്കെല്ലാം വെന്തുടഞ്ഞു പോകും. അപ്പോൾ സെപ്പറേറ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഹാഫ് കുക്ക് ഇതിൽ വെച്ച് തന്നെ ഹാഫ് കുക്ക് ആക്കിയതിന് ശേഷം നമ്മൾ ഏത് മസാലയാണ് ചേർക്കുന്നത് ഇതിലേക്ക് ചേർക്കാം. ഞാൻ ഇന്നിപ്പോൾ ഈസ്റ്റേണിൻ്റെ മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. അത് നല്ല ടേസ്റ്റുള്ള മസാലപ്പൊടിയാണത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മസാലപ്പൊടി പോലെയൊക്കെ തന്നെയാണ് മിക്കപ്പോഴും ഞാനുണ്ടാക്കുന്ന മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിന്നിപ്പോൾ എൻ്റെ മസാലപ്പൊടി തീരുമ്പോൾ ഞാൻ ഈസ്റ്റേണിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ ഈ ഉഴുന്നുപൊടിയും ജീരകവും ഉലുവയൊന്നും ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ മസാലപ്പൊടി ചേർത്ത് സാമ്പാർ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അതോടൊപ്പം തന്നെ അതിലേക്ക് ഞാൻ പൊടിച്ചു വെച്ച ഉഴുന്നുപൊടിയും ജീരകവും പരിപ്പും
പരിപ്പും എല്ലാം കൂടി വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് ചേർത്ത് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ കറി നല്ല തിക്കാവുകയും അതേ ഉഴുന്ന് പരിപ്പിൻ്റെ എല്ലാം വറുത്ത ആ ഒരു മണമെല്ലാം ചേർത്ത് സാമ്പാർ നല്ല അടിപൊളിയായിട്ട് കിട്ടും. നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു മണമുള്ളൊരു സാമ്പാറാണ്. നമ്മൾ ഇതെല്ലാം ഉഴുന്ന് പരിപ്പും എല്ലാം ചേർത്തുണ്ടാക്കുമ്പോൾ അടിപൊളി നല്ല ഒരു സാമ്പാറാണ്. ഇത് തുടക്കത്തിൽ അതായത് ബിഗിനേഴ്സ് കുട്ടികൾക്ക് സാമ്പാർ വയ്ക്കാൻ ആയിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നോക്കി ചെയ്താൽ നന്നായിരിക്കും. അതാണ് ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. സാമ്പാർ വയ്ക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേ കുട്ടികളൊക്കെ എല്ലാവരും ചോദിച്ചിട്ടൊക്കെയാണല്ലോ ചെയ്യുന്നത്. അപ്പം വീഡിയോയൊക്കെ കണ്ട് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഇത് നോക്കി ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. നല്ല ടേസ്റ്റുള്ള സാമ്പാർ കഴിക്കാനും പറ്റും. ഇതിലേക്ക് മല്ലിയിലയും ഇട്ട് ലാസ്റ്റ് ഞാനൊരു കുറച്ച് ശർക്കരയും കൂടെ ചേർത്തിട്ടുണ്ട്. ആ എരിവ് ബാലൻസ് ചെയ്യാനും ആ ശർക്കര ഇടുമ്പോൾ സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് ആവശ്യമുള്ള ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി എൻ്റെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്.